ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ 1542 ജനിച്ച് 1591 നിത്യതയിലേക്ക് യാത്രയായ മഹാവിശുദ്ധൻ. സഭാ നവീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി. കർമ്മലീത്ത സഭയിൽ അത്ഭുതകരമായ വിധം തൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നവീകരിച്ചെടുത്ത മഹാവിശുദ്ധൻ, വേദപാരംഗതൻ, അതിസഹനമായ തെറ്റുധാരണകളുടെ അഗ്നിച്ചൂളയിലൂടെ കടന്നുപോയി ജീവിതത്തെ ശോഭിതമാക്കിയ മഹാവിശുദ്ധൻ. സ്പെയിനിലെ ഈ വിശുദ്ധൻ ഇന്നും ലോകമെമ്പാടും അറിയപ്പെടുന്ന വ്യക്തിയാണെന്ന് നമുക്കറിയാം. 1542 സ്പെയിനിൽ ഫൊന്തിവേറോസ് എന്ന സ്ഥലത്ത് ഇദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് യുവാൻ ദി യോപ്പസ് വൈ അൽവാരസ് എന്നായിരുന്നു. മാതാപിതാക്കൾ അപ്പൻ ഗൊൺസാലോ ദി യോപ്പസ്, അമ്മ കാത്തലീന അൽവാരസ്. ഗൊൺസാലോ ഒരു പ്രഭു കുടുംബത്തിലെ, സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു. അദ്ദേഹം ടൊലന്തോയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന നിലയിലും വിലയിലും ജീവിച്ചിരുന്ന അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നൊരു നെയ്ത്തുകാരിയെയാണ് വിവാഹം കഴിച്ചത്. കാത്തലീന അൽവാരസ് നെയ്ത്ത് ജോലിയിലും മുഴുകിയിരുന്ന പാവപ്പെട്ട ഒരു സ്ത്രീ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒത്തിരിയേറെ എതിർപ്പുകളുണ്ടായി. സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഈ വിവാഹത്തെ അല്പം പോലും അനുകൂലിച്ചില്ലെന്നല്ല, ശക്തമായ എതിർപ്പുകളുണ്ടായി. എങ്കിലും അദ്ദേഹം ഉറച്ച നിലപാട് സ്വീകരിച്ചു. 1529 ഇവർ വിവാഹിതരായി. 3 മക്കളുണ്ടായി. അതിൽ 3ാമത്തെ മകനാണ് വിശുദ്ധ യോഹന്നാൻ. ജുവാൻ ദി യോപ്പസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പയ്യൻ എല്ലാ അർത്ഥത്തിലും മിടുക്കനായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഏറെ വലുതായിരുന്നു. കാരണം കുടുംബത്തിൻ്റെ അംഗീകാരം കിട്ടാതെയുള്ള ഈ വിവാഹ ബന്ധത്തോടു കൂടി കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പൻ ഗൊൺസാലോ അധികം വൈകാതെ തന്നെ രോഗിയായി മാറി. 2 വർഷങ്ങളൊരു രോഗാവസ്ഥയിൽ കിടന്ന് മരണമടഞ്ഞു. പിന്നെ കാത്തലീനായിക്ക് ആ കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും ചുമക്കേണ്ടതായിട്ട് വന്നു. തൻ്റെ കൊച്ചു നെയ്ത്ത് ജോലിയിലൂടെ അധികമൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് വല്ലാത്ത അനാഥത്വവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഒക്കെ ഈ കൊച്ചു ജോണിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ, സഹനങ്ങളിലൂടെ വളരുന്നതിന് അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു കൃപയായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മുങ്ങി മരണത്തിൽപ്പെടുന്ന 2 സാഹചര്യങ്ങളിൽ നിന്ന് പരിശുദ്ധി അമ്മ നേരിട്ട് ഇടപെട്ട് ജോണിനെ രക്ഷപ്പെടുത്തിയതായിട്ടാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയിലുള്ള വളർച്ചയുടെ വഴികളിൽ ഏറെ പടവുകൾ മുൻപോട്ട് നീങ്ങി. പൗരോഹിത്യത്തിലേക്ക് കടക്കണം, സന്യാസത്തിൻ്റെ സമർപ്പണ വഴികളിലേക്ക് നീങ്ങണമെന്ന് ജോൺ ചെറുപ്പത്തിൽ തന്നെ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനമൊക്കെ ജസ്യൂട്ട്സ് വൈദികരുടെ കൂടെ ചേർന്നായിരുന്നു. ഈശോസഭക്കാരായ വൈദികരുടെ നേതൃത്വത്തിലുള്ള പഠന കാലഘട്ടങ്ങൾ മുൻപോട്ട് നീങ്ങി. പക്ഷേ കർമ്മലീത്ത സഭയിൽ ചേർന്ന് ജീവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കർമ്മലീത്ത സഭയിൽ അദ്ദേഹം 1563 യുവാൻ ദെ സാങ്തോ മരിയ എന്ന പേരിൽ പരിശുദ്ധ അമ്മയുടെ പേരിനോട് ചേർത്തുകൊണ്ട് ജോൺ തൻ്റെ പേര് സ്വീകരിച്ചു. അങ്ങനെ കർമ്മലീത്ത സഭയിൽ അംഗമായി തുടർന്ന് അദ്ദേഹത്തിൻ്റെ പഠനവും വൈദിക പരിശീലനവും ഒക്കെ മുൻപോട്ട് നീങ്ങുകയാണ്. 1567 പൗരോഹിത്യം സ്വീകരിച്ചു. പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം അന്ന് തന്നെ ആവിലായിലെ വലിയ പുണ്യവതിയായ അമ്മ ത്രേസ്യയുമായി വലിയൊരു അടുപ്പത്തിലേക്ക് വന്നു. ആശയപരമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒരുമിച്ച് നീങ്ങിയ വ്യക്തികളായിരുന്നു ഇവർ. കർമ്മലീത്ത സഭയുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച വലിയ പുണ്യവതി അമ്മ ത്രേസ്യയോട് ചേർന്നുകൊണ്ട് തൻ്റെ ആശയങ്ങളും പങ്കുവച്ചു. കർത്തൂസ്യൻ സഭയിൽ നിഷ്പാദകനായിട്ട് കഠിന താപസ ജീവിതം നയിക്കണം എന്നാഗ്രഹിച്ച വ്യക്തിയായിരുന്നു ജോൺ. ഈ യോഹന്നാൻ്റെ ആഗ്രഹത്തെ അമ്മ ത്രേസ്യ മറ്റൊരു തരത്തിലേക്ക് തിരിച്ചുവിടുന്നുണ്ട്. കർമ്മലീത്ത സഭയുടെ പരിപൂർണമായ നവീകരണത്തിന് വേണ്ടിയിട്ട് കൈകോർത്ത് നീങ്ങുവാനുള്ള തീരുമാനം, അതിനുവേണ്ടി ധീരമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. 1569 നവീകൃതമായ ഒരു സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപനം ആരംഭിക്കുകയാണ്. ആദ്യത്തെ ആശ്രമം ജോണിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുകയാണ്. വലിയ എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്.
കാരണം വളരെയധികം ലാഘവ രീതിയിൽ സന്യാസത്തെയും സമർപ്പണത്തെയും കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒന്നിനും വലിയ പ്രാധാന്യം കൊടുക്കാതെ പോയതുകൊണ്ട് ഇതൊരു ആശ്രമത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ശരിയായ ശൈലിയല്ല എന്ന് തിരിച്ചറിഞ്ഞ ജോൺ അതിനുവേണ്ടി അരയും തലയും മുറുക്കി ജീവിതം സമർപ്പിച്ചു. നീണ്ട നേരം തുടരുന്ന ഉപവാസവും പ്രാർത്ഥനയും കഠിനമായ പരിത്യാഗ പ്രവർത്തികളുമൊക്കെ ജോൺ തൻ്റെ ജീവിതചര്യയാക്കി. 2 മണിക്കൂർ എല്ലാ ദിവസവും ധ്യാനിക്കണമെന്ന് നിർബന്ധമാക്കി. അങ്ങനെ എല്ലാ തരത്തിലും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ഉപവാസത്തിനും ഒക്കെ വലിയ പ്രാധാന്യം കൊടുത്തു. ഒരിക്കലും മാംസം ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ചു. ഏറ്റവും ലളിതമായ രീതിയിൽ ജീവിക്കാനും നിഷ്പാദകരായി ജീവിക്കാനും ഒക്കെയുള്ള തീരുമാനം ഇത് വലിയ എതിർപ്പുകൾക്കിടയായി. അതുകൊണ്ട് തന്നെയാണ് നവീകൃതമായ ഒരു സന്യാസ സമൂഹവും ആശ്രമവും തുടങ്ങണം എന്ന ഒരു തീരുമാനത്തിലേക്ക് ജോണും അമ്മ ത്രേസ്യായും എത്തുന്നത്. ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് പുതിയ ഒരു മഠം അങ്ങനെ ആരംഭിക്കുന്നത്. ഈ ആശ്രമത്തിൻ്റെ ശൈലികളോട് തന്നെ വലിയ എതിർപ്പുകൾ സഭയിൽ നിന്നുണ്ടായി. 1577 വിചാരണയ്ക്കായിട്ട് അദ്ദേഹം നിയുക്തനാവുകയാണ്. എന്ന് വെച്ചാൽ വിചാരണ നടപ്പിലാക്കാൻ അദ്ദേഹം വിപ്ലവകരമായ മാറ്റങ്ങൾ, സഭയുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതിൻ്റെ പേരിൽ വിചാരണയ്ക്ക് വിധേയനാക്കപ്പെടുകയാണ്. ഒരു വിചാരണ തടവുകാരനായിട്ട് അദ്ദേഹം അടയ്ക്കപ്പെടുന്നു. വളരെ ക്രൂരമായ രീതിയിലുള്ള വിചാരണകൾ നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഠിനമായ അനുഭവങ്ങളിലൂടെ കഷ്ടിച്ച് ജീവിക്കാൻ മാത്രമുള്ള ആഹാരം, റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ചുകൊണ്ടൊക്കെ ജീവിക്കേണ്ട സാഹചര്യങ്ങളിലൂടെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടി ആ മനുഷ്യൻ ദാഹിച്ചു. സഭയുടെ നവീകരണത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോഴുള്ള അതികഠിനമായ തെറ്റുധാരണകളും കുറ്റപ്പെടുത്തലുകളും എല്ലാ തരത്തിലുമുള്ള ഒറ്റപ്പെടുത്തലുകളും തീക്ഷ്ണമായ സഹനങ്ങൾക്ക് വഴി തുറക്കുന്നതിനിടയാക്കി. ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിൻ്റെ ചിത്തം തിരിച്ചറിയുന്നു ആ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ രചനകൾ ഉണ്ടാകുന്നത് ഈ നാളുകളിലൊക്കെയാണ്. അദ്ദേഹത്തിന് എഴുതുവാനൊരു അവസരം ലഭിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഇരുണ്ട രാവുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതുന്നത് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെയാണ്. കർമ്മല മലകയറ്റം, ആത്മാവിൻ്റെ സങ്കീർത്തനങ്ങൾ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, ആത്മീയ സങ്കീർത്തനങ്ങൾ, ഇതൊക്കെ കാലഘട്ടത്തെ പോലും മാറ്റിമറിച്ച അതുല്യമായ മിസ്റ്റിക്കൽ റൈറ്റിങ്സ് ആണ്. വലിയ അഗാധമായ ആത്മീയ ജ്ഞാനത്തിൻ്റെ അറിവുകളിലൂടെ അദ്ദേഹം കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ആത്മീയ മേഖലകളിലൂടെയുള്ള കഠിനമായ സഹനങ്ങളുടെ വഴി താണ്ടിയുള്ള യാത്രയിൽ കണ്ടെത്തിയ രത്നങ്ങളൊക്കെയാണ് ആത്മാവിൻ്റെ ഇരുണ്ട രാവുകളിലൊക്കെ കണ്ടുമുട്ടുന്നത്. അസാധാരണമായ മിസ്റ്റിക്കൽ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഈ വിശുദ്ധൻ പിന്നീട് തടവറയിൽ നിന്നും വിമോചിതനാകുന്നുണ്ട്. അദ്ദേഹത്തിന് തുടർന്ന് ചില പദവികളൊക്കെ നവീകൃത സമൂഹത്തിൽ, ആ പ്രത്യേക സമൂഹത്തിൻ്റെ പ്രിയോർ ജനറലൊക്കെ ആയിട്ട് നിയമിതനായെങ്കിലും അതിനുള്ളിൽ തന്നെയും എതിർപ്പുകൾ പിന്നീട് ഉണ്ടാകുന്നു. വീണ്ടും അദ്ദേഹം തടവറയിൽ അടയ്ക്കപ്പെടുകയും അതികഠിനമായ സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ശാരീരികവും മാനസികവുമായ വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരു മഹാവിശുദ്ധൻ ആ സഭയെ തന്നെ നവീകരിക്കുന്നതിന് കാരണഭൂതനായി. അങ്ങനെ കർമ്മലീത്ത നിഷ്പാദക സഭയുടെ സ്ഥാപകനായിട്ട്, സഹസ്ഥാപകനായിട്ട് അദ്ദേഹം തൻ്റെ ജീവിതം സമർപ്പിച്ചു. ഒരുപാട് തെറ്റുധാരണകളുടെ നടുവിൽ തന്നെയാണ് അദ്ദേഹം മരിക്കുന്നത്. തൻ്റെ സഹസന്യാസിമാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഔദ്യോഗികമായ സഭാ നേതൃത്വത്തിൽ നിന്ന് പോലുമുള്ള വലിയ സഹനങ്ങളും കഷ്ടപ്പെടുത്തലുകളും ഒക്കെ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ദൈവം ഈ മനുഷ്യനെ കൊണ്ടുപോകുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹം മെദീനയിലെ ഒരു ഉബേദയിലെ ഒരു സ്വകാര്യ തടവറയിൽ, ഒരു ആശ്രമ തടവറയിൽ കിടന്ന് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. 1591 അദ്ദേഹം തൻ്റെ ജീവിതം നിത്യ മണവാളൻ്റെ കരങ്ങളിലേക്ക്, ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. നിത്യതയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര വലിയ കഷ്ടപ്പാടുകളുടെയും സഹനങ്ങളുടെയും അഗ്നിവഴികൾ താണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു. പക്ഷേ ഈ വഴിയിൽ രത്നങ്ങളാണ് അദ്ദേഹം കണ്ടെത്തിയത്. അമൂല്യമായ ആത്മീയ രത്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ കണ്ടെത്തി. എന്ന് മാത്രമല്ല, ഒരു സഭയുടെ നവീകരണത്തിലൂടെ, വലിയ വിശുദ്ധിയുടെ വഴികളിലൂടെ അനേകായിരങ്ങളെ നയിക്കുവാനുള്ള അതുല്യമായ ഭാഗ്യവും അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ വ്രതസംസ്കാരത്തിന് ശേഷം പിന്നീട് കുഴിമാടം തുറന്നപ്പോൾ 1592 കുഴിമാടം തുറന്നപ്പോൾ അഴുകാത്ത ശരീരമായി ശോഭയോടെ സുഗന്ധം പരിമളം പരത്തുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ശരീരം കാണപ്പെട്ടതായിട്ട് ചരിത്രത്തിൽ കാണുന്നു. ആ ജീവിതത്തെ ദൈവം സംരക്ഷിച്ചു. 1926 പിയൂസ് മാർപ്പാപ്പ, 11ാം പിയൂസ് മാർപ്പാപ്പ സഭയുടെ വേദപാരംഗതനായിട്ട് ഈ പുണ്യവാനെ ഉയർത്തി. ഇതിനോടകം
വാഴ്ത്തപ്പെട്ടവനായും വിശുദ്ധനായും ഒക്കെ ഉയർത്തപ്പെട്ടിരുന്ന ഈ വലിയ പുണ്യവാൻ സഭയുടെ വേദപാരംഗതനായിട്ട് കൃത്യമായ രീതിയിൽ സഭയിൽ പഠനങ്ങൾ നൽകി സഭയെ നവീകരിച്ച മഹാവിശുദ്ധനായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിതനായി. അങ്ങനെ സഭയിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശുദ്ധ താരമായിട്ട് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ശോഭിക്കുന്നു. ആ അതുല്യ ശോഭയിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കണ്ടുമുട്ടാനും തിരിച്ചറിയാനും ജീവിതത്തിൻ്റെ സഹന വഴികളിൽ അർത്ഥം കണ്ടെത്താനും നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ജീവിച്ച ജീവിത വഴികൾ അസാധാരണമാണ്. ആ മഹാപുണ്യവാന്റെ ജീവിതത്തിൻ്റെ സുഹൃത വഴികളിലൂടെ യാത്ര ചെയ്യാൻ നമുക്കും ആത്മാർത്ഥമായി ഒന്ന് ശ്രമിക്കാം. ആ ജീവിതത്തെ അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ. വലിയ സഹനങ്ങളിലൂടെ, തെറ്റുധാരണകളിലൂടെ, കുറ്റപ്പെടുത്തലുകളിലൂടെ, തടവറവാസത്തിലൂടെയൊക്കെ കടന്നുപോയ ഒരു ധന്യജീവിതം. പക്ഷേ ആ ജീവിതത്തിന് അല്പം പോലും ഒടിവും ഉടപ്പും ഉണ്ടാവാതെ കൃത്യമായ രീതിയിൽ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളിൽ അടിയുറച്ച് മുൻപോട്ട് നീക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മിശിഹായിലുള്ള വലിയ ആഴമായ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളാണ് ഈ മഹാപുണ്യവാനെ ഈ വഴിയിലേക്ക് നയിച്ചത്. കുരിശ് എന്നുള്ളത് ശരിയാവണ്ണം വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു സത്യമാണ്. കുരിശ് രക്ഷയുടെ അടയാളമാണ്, രക്ഷകൻ്റെ വഴിയാണ്. കുരിശിനെ പലപ്പോഴും നമ്മൾ വല്ലാതെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ തെറ്റിദ്ധരിക്കപ്പെട്ടതുപോലെ തന്നെ ഒരർത്ഥത്തിൽ കുരിശ് എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ പോലും വല്ലാതെ ലോകം തെറ്റിദ്ധരിക്കുന്നുണ്ട്. വിശ്വാസ സമൂഹത്തിൽ പോലും കൃത്യമായ കാഴ്ചപ്പാടുകൾ പലപ്പോഴും അറിഞ്ഞുമറിയാതെയും കുരിശിനെക്കുറിച്ച് ഇല്ല എന്നുള്ളതാണ് സത്യം. കുരിശ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി കൂടിയാണ്, രക്ഷയുടെ അടയാളമാണ്. ചരിത്രത്തിൽ കുരിശ് ശിക്ഷയുടെ, ശാപത്തിൻ്റെ അടയാളമായിരുന്നു. പിന്നീടാണത് റോമാക്കാർ ക്രൂശ് മരണം കൊടുക്കുന്ന അതികഠിനമായ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൻ്റെ ഒരു ഉപകരണമാക്കി കുരിശിനെ ആക്ഷേപത്തിൻ്റെ പരസ്യചിഹ്നമാക്കി ചരിത്രത്തിൽ ഉപേക്ഷിച്ച ഒരു സാഹചര്യത്തിലാണല്ലോ മിശിഹ കുരിശ് രക്ഷയുടെ അടയാളമാക്കി തന്നെ ബലിയായി അർപ്പിച്ചുകൊണ്ട് ഉയർത്തുന്നത്. അങ്ങനെ ചരിത്രത്തിൽ ശാപത്തിൻ്റെയും ശിക്ഷയുടെയും ഉപകരണമായിരുന്ന കുരിശിനെ രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ അടയാളമായിട്ട് മിശിഹ മാറ്റി. അനുഗ്രഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമായിട്ട് മാറുകയാണ്. ചരിത്രത്തെ രക്ഷാകര ചരിത്രമാക്കി മാറ്റി കുരിശിലൂടെ. അപ്പോൾ കുരിശ് ചരിത്രത്തെ രക്ഷയുടെ ചരിത്രമാക്കി മാറ്റിയെടുത്ത വലിയ ഒരു സാധ്യതയും അടയാളവുമാണ്. നമ്മുടെയൊക്കെ ജീവിത ചരിത്രങ്ങളെ രക്ഷയുടെ ചരിത്രങ്ങളായിട്ട് മിശിഹായുടെ കുരിശ് രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം. ഏതു മനുഷ്യനും ഈ ഭൂമിയിൽ പിറന്നു വീണാൽ അവനൊരു ചരിത്രമുണ്ടായി. ആ ചരിത്രം അപജയങ്ങളുടെയും തകർച്ചകളുടെയും നാശത്തിൻ്റെയും ചരിത്രമാക്കി വേണമെങ്കിൽ അധപതിക്കപ്പെടാം. പക്ഷേ അതിനെ രക്ഷയുടെയും അനുഗ്രഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രക്ഷാകരമായ ഒരു ചരിത്രമാക്കി മാറ്റണമെങ്കിൽ കുരിശിനോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് സാധ്യമാവുക. കുരിശിലാണ് ഈ രക്ഷയുടെ അർത്ഥം കണ്ടെത്തുക. മിശിഹായാണ് കുരിശിലെ രക്ഷ നമുക്ക് നൽകുന്നതും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ശരിയായ അർത്ഥത്തിൽ രക്ഷയുടെ ചരിത്രമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ കുരിശിൻ്റെ നിഴലിൽ, കുരിശിൻ്റെ വെളിച്ചത്തിൽ എന്ന് നമ്മൾ തിരിച്ചറിയണം. കുരിശിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ രോഗത്തിൻ്റെ ഒരു അവസ്ഥയിൽ, രോഗം ഏതെങ്കിലും സഹനം അങ്ങനെ ഉണ്ടാകുന്ന ശാരീരികമായ ഒരു സഹനമായിട്ട് മാത്രം നമ്മൾ കുരിശിനെ കാണാൻ പാടില്ല. അതിനും അപ്പുറത്ത് കുരിശ് രക്ഷകൻ്റെ ജീവിത ശൈലിയാണ്. രക്ഷകൻ്റെ ജീവിതശൈലിയായിട്ട് കുരിശ് മാറുമ്പോഴാണ് അത് അനുഗ്രഹത്തിൻ്റെ അടയാളമായി മാറുന്നത്. അല്ലെങ്കിൽ അത് അവസരത്തിൻ്റെ, അസ്വസ്ഥതയുടെ ഒക്കെ സാഹചര്യങ്ങളായിട്ട് മാറാം. സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് തരത്തിലും കോംപ്രമൈസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറും. മൂല്യങ്ങൾ മറന്നുകൊണ്ട് എല്ലാം കീഴ്മേൽ മറിക്കുന്ന അവസ്ഥയിൽ നമ്മൾ നിലപാടുകൾ സ്വീകരിക്കും. കുരിശ് നിലപാടുകളാണ്. മിശിഹായുടെ ജീവിത വഴിയാണ് കുരിശെന്ന് പറയുമ്പം കുരിശ് നിലപാടുകളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ കുരിശിൻ്റെ വഴിയിൽ കൂടിയാണ് എൻ്റെ യാത്ര, അല്ലെങ്കിൽ ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ കൂടെയുള്ള യാത്രയാണ്. പത്രോസ് എന്ന ശിഷ്യന് ഈശോയുടെ കൂടെ നടന്ന വ്യക്തിയാണെന്ന് നമുക്കറിയാം. നിനക്ക് വേണ്ടി എവിടെ വരാനും മരിക്കാനും തയ്യാറാണെന്ന്, ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയില്ല എന്ന് നിസ്സങ്കോചം പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ നിന്ന് അകന്നു നടക്കുന്നത് നമ്മൾ കാണും. അവസാന നാളുകളിൽ അവൻ്റെ കുരിശുമരണത്തിൻ്റെ വഴിയിൽ നിന്നും മാറി നടക്കുന്ന മനുഷ്യൻ പിന്നീട് തീ കായാനായിട്ടാണ് എത്തുന്നത്. തൻ്റെ ഗുരുവും നാഥനുമായവൻ, എല്ലാമായവൻ ഇതാ പിടിക്കപ്പെട്ടു, വധിക്കപ്പെടാൻ പോകുന്നു എന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മാറി നടക്കുക മാത്രമല്ല, മാറിയിരുന്നു കൊണ്ട് തണുപ്പകറ്റാൻ വേണ്ടി തീ കായുന്നു.
ഈ തീ കായുന്നത് ശരീരത്തിൻ്റെ ക്ഷണിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ ശ്രമങ്ങളാണല്ലോ. ആ സൂചനയിൽ അതിനെ കാണാൻ നമുക്ക് കഴിയണം. അവിടെയാണ് അപകടമുണ്ടാകുന്നത്. നീയും അയാളുടെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ വേലക്കാരി സ്ത്രീയുടെ മുമ്പിൽ അയാൾ പകച്ചു പോകുക മാത്രമല്ല, തള്ളിപ്പറയുകയും ചെയ്യുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന മട്ടിൽ പൂർണ്ണമായി കളഞ്ഞുകൊണ്ട് അയാൾ തെറ്റായ നിലപാടുകൾ എടുക്കുന്നു. അപ്പോൾ കുരിശിൻ്റെ വഴിയിൽ യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ട ശിഷ്യൻ വഴിവിട്ട നിലപാടുകൾ എടുക്കുമ്പോഴാണ് അപകടത്തിലേക്ക് എത്തുന്നത്. പിന്നെ കണ്ണീരിൻ്റെ ഒരു വഴിയിലൂടെ അയാൾ തിരിച്ചു വരുന്നുണ്ടെന്നുള്ളത് വലിയ സുഹൃതം തന്നെയാണ്. സഭയുടെ അമരക്കാരനായിട്ട് അദ്ദേഹം നിയുക്തനാകുന്നു എന്നുള്ളതും ദൈവത്തിൻ്റെ കാരുണ്യം തന്നെയാണ്, സംശയമില്ല. അപ്പോൾ തിരിച്ചു നടക്കാനും സാധ്യതയുണ്ട് നമുക്കെവിടെയെങ്കിലും വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ എന്ന് പത്രോസ്ലീഹായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കും. യൂദാസ് ആവട്ടെ തകർച്ചയുടെ മനുഷ്യനായിട്ട് അവശേഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എവിടെയെങ്കിലും നമ്മൾ ഈ യഥാർത്ഥത്തിലുള്ള സുവിശേഷത്തിൻ്റെ കുരിശിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി നടന്നു പോയിട്ടുണ്ടെങ്കിൽ അപകട വഴിയിൽ എത്തിപ്പെടുന്നതിന് മുമ്പ്, അല്ലെ അപകടങ്ങളുടെ ദുരന്തങ്ങളിലേക്ക് ചെന്ന് വീഴും മുമ്പ് മാറി നടക്കാനായിട്ട് തിരുവചനം നമ്മോടൊന്ന് ആവശ്യപ്പെടുകയാണ് വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസിലൂടെ. മഹാഭാരതത്തിൽ ഒരു പ്രത്യേക കഥയുണ്ട്. വിതുരർ പറയുന്ന ഒരു കഥയാണത്. ആനയെ ഓടിച്ചുകൊണ്ടൊരു മനുഷ്യനെ കിണറ്റിൽ ചാടിക്കുന്നു. ഒരു പൊട്ടക്കിണറ്റിലേക്ക് ആനയെ ഭയന്ന് ഓടിച്ചെന്ന് ഇയാൾ വീഴുകയാണ്. താഴേക്ക് പോകുന്ന വഴിയിൽ എവിടെയോ ഒരു പിടിവള്ളി കിട്ടി. ആ പിടിവള്ളിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയാണ് ഇയാൾ. ആദ്യം മുകളിലേക്ക് നോക്കുമ്പോൾ ആന എത്തിയിട്ടുണ്ട് കിണറിൻ്റെ മുകളിൽ. താഴേക്ക് നോക്കിയപ്പോൾ വലിയ വിഷസർപ്പങ്ങൾ വാവിളർന്നുകൊണ്ട് അടിയിലുണ്ട്. അയാൾ ആകെപ്പാടെ ഭയചകിതനായി. എങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചപ്പോൾ ഒരു കാഴ്ച കൂടെ കണ്ട് അയാൾ ഞെട്ടിത്തരിക്കുന്നു. താൻ പിടിച്ചിരിക്കുന്ന പിടിവള്ളിയെ 2 എലികൾ കരണ്ടുകൊണ്ടിരിക്കുന്നു മുകളിൽ. അതിൻ്റെ ചുവട്ടിൽ വെച്ച് 2 എലികൾ, ഒരു വെളുത്ത എലിയും ഒരു കറുത്ത എലിയും അതിൻ്റെ ചുവട് കരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് അയാൾ ഭയപ്പെട്ട് അന്താളിച്ച് നിൽക്കുന്ന ഒരു വേളയിൽ അയാളുടെ കണ്ണിലേക്ക് മറ്റൊരു കാഴ്ചയെന്ന് ഉടക്കുന്നുണ്ട്. എവിടെയോ ആ കിണറിൻ്റെ ഒരു മൂലയിൽ നിന്നും ഇറ്റു വീഴുന്ന തേൻതുള്ളികൾ, ഒരു തേൻകൂട് പൊട്ടിച്ച് അതിനകത്തുനിന്നും തേൻതുള്ളികൾ താഴേക്ക് ഇറ്റു വീഴുകയാണ്. എല്ലാം മറന്നു. അപകടത്തിൻ്റെ ഗർത്തത്തിലും വക്കിലുമാണ് താൻ നിൽക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും ഗുരുതരമായ ഗർത്തത്തിലേക്ക് വീണ് മരണപ്പെടാമെന്ന് അറിയാമായിരുന്നിട്ടും എല്ലാം മറന്നുകൊണ്ട്, ലക്ഷ്യം മറന്നുകൊണ്ട്, രക്ഷപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ശ്രമങ്ങൾ മറന്നുകൊണ്ട് ഇറ്റു വീഴുന്ന തേൻതുള്ളികൾക്ക് നാവ് നീട്ടിക്കൊടുത്തുകൊണ്ട് ഈ മനുഷ്യൻ ആ മധു നുകർന്നുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിതുരർ തന്നെ പറയുന്നുണ്ട്, മനുഷ്യജീവിതത്തിൻ്റെ വിവിധ മേഖലകളാണ്, അതിൻ്റെ ഒരു പരിച്ഛേദമാണിത്. വെളുത്ത എലിയും കറുത്ത എലിയുമൊക്കെ നമ്മെ കരണ്ടു തിന്നുന്ന ജീവിതത്തിൻ്റെ സുഖവഴികൾ, ഇറ്റു വീഴുന്ന തേൻതുള്ളികൾ ആസ്വാദ്യതയുടെ സുഖവഴികൾ, അപകടത്തിൻ്റെ ഗർത്തവും ഇറ്റു വീഴുന്ന തേൻതുള്ളികൾ സമ്മാനിക്കുന്ന ക്ഷണിക സുഖവഴികളുമൊക്കെ ലക്ഷ്യം മറന്നുകൊണ്ട്, മൂല്യം മറന്നുകൊണ്ട്, എല്ലാത്തിനോടും സമരസപ്പെട്ടുകൊണ്ട് ആസ്വാദ്യതയിൽ മാത്രം ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. ആസ്വാദ്യത അപകടകരമായ ക്ഷണിക സുഖഭോഗങ്ങളുടെ ആസ്വാദ്യതയാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മുമ്പിലേക്ക് ഏത് നിമിഷവും പിറന്നു വീഴാവുന്ന, ഏത് സമയത്തും നടന്നെത്താവുന്ന അപകടകരമായ ധർമ്മച്യുതിയിൽ നിന്നും ബോധപൂർവം ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് മാറി നടക്കുന്നില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതിന് സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ വേണ്ട വിധം നോക്കി കണ്ടുകൊണ്ട് കൃത്യമായ തിരുത്തലുകൾ എടുക്കാൻ ഈ സമയം നമുക്ക് സാധിക്കണം. വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ്റെ ജീവിതത്തിൽ എത്ര നിർണായകമായ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചത്. വലിയ തെറ്റുദ്ധാരണകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും നടുവിൽ തൻ്റെ തന്നെ സഹപ്രവർത്തകരും സഹസന്യാസിമാരും തന്നെ വല്ലാതെ കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതിന് നടുവിൽ പീഡനങ്ങളുടെ തടവറയിൽ പോലും ആയിരുന്നു കൊണ്ട് സുവിശേഷത്തിൽ നിന്നും അല്പം പോലും മാറാതെ സമർപ്പണത്തിൻ്റെ വഴികളിൽ ധീരമായ നിലപാടുകൾ സ്വീകരിച്ച ഈ മഹാപുണ്യവാന്റെ ജീവിതം നമുക്കൊക്കെ ജ്വലിക്കുന്ന മാതൃകയാണ്. എത്ര നിസ്സാര കാരണങ്ങളുടെ പേരിലാണ് നമ്മളൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നത് സുവിശേഷ മൂല്യങ്ങളോട്. കൈക്കൂലിയുടെ പേര്, ഇത്തിരി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രമോഷൻ്റെ പേരിൽ, ഇത്തിരി ഏതെങ്കിലും ഒരു ക്ഷണികമായ സൗകര്യത്തിൻ്റെ പേരിൽ, ഏതെല്ലാം തരത്തിൽ വേണമെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ, എല്ലാ തിന്മകളോടും സമരസപ്പെടാൻ നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നു എന്നുള്ളത് അപകടകരമായൊരു സത്യമാണ്. ഇതൊരു ആത്മപരിശോധനയ്ക്ക് നമ്മൾ വിധേയമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്. അതുകൊണ്ട് കുരിശിനെ രക്ഷകൻ്റെ വഴിയായിട്ടും നിലപാടായിട്ടും നമ്മൾ തിരിച്ചറിയണം. കുരിശിനെ വഴിയായിട്ട് തിരിച്ചറിയുകയും നിലപാടായിട്ട് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്. ധീരരായ രക്തസാക്ഷികളുടെ കാലഘട്ടം കൂടിയാണിത്. ആദിമസഭ രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ നിന്നും പൊട്ടിമുളച്ച് വളർന്നതാണ്. ഈ ആദിമസഭയുടെ ചൈതന്യത്തിൽ നിന്നാണ് സഭാതരു പടർന്ന് പന്തലിച്ച് ഫലം ചൂടി നിൽക്കാനിടയായത്.
കാലഘട്ടം കടന്നു പോയപ്പോൾ, മതപീഡനങ്ങൾ ഇല്ലെന്നായപ്പോൾ സഭയിൽ തന്നെ കൂടുതൽ സൗകര്യത്തിൻ്റെയും വളർച്ചയുടെയും ഭൗതികതയുടെയും ഒക്കെ കടന്നുകയറ്റം ഉണ്ടായപ്പോൾ അധപതനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പലയിടങ്ങളിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വിശുദ്ധാത്മാക്കൾ മുൻപോട്ട് വന്നുകൊണ്ട് സഭയെ നവീകരിക്കുന്നതിന് ഇടയാകുന്നു. അങ്ങനെ കടന്നു വന്ന വിശുദ്ധാത്മാക്കൾ ഒരാൾ തന്നെയാണ് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനും. എല്ലാത്തിനെയും നിസ്സാരമായിട്ടും ലാഘവബുദ്ധിയോടെയും കണ്ടുകൊണ്ട് സുവിശേഷ മൂല്യങ്ങൾ ജീവിക്കുന്നതിൽ സന്യാസ സമൂഹ സമർപ്പണങ്ങളിൽ പോലും പരാജയങ്ങൾ നേരിട്ടപ്പോൾ പുണ്യവാനെ ദൈവം നിയോഗിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളിൽ സ്ഥിരമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. രക്തസാക്ഷികളുടെ ചുടുനിണം ഇന്നും വളർന്നൊഴുകുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സിറിയയിലെയും ഇറാഖിലെയും അനുഭവങ്ങൾ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വിശ്വാസത്തിൻ്റെ പേരിൽ ബലി കഴിക്കപ്പെടുന്ന രക്തസാക്ഷികൾ നേരെ വർദ്ധിച്ചു വരുന്നു. ഒരു വെല്ലുവിളിയായിട്ട് നമ്മുടെ മുമ്പിൽ സുവിശേഷം എന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. സുവിശേഷം ജീവിക്കണമെങ്കിൽ വില കൊടുക്കണമെന്ന കാലത്ത് നമ്മൾ ജീവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു പരിധിവരെ നമുക്കൊന്നും അത് അനുഭവിക്കാൻ ഇടയാകുന്നില്ലെങ്കിലും അങ്ങനെ ജീവിച്ച് വേദനിച്ച് കടന്ന് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ത്യാഗപൂർവ്വം സ്വയം സമർപ്പിച്ച് രക്തമൊഴുക്കുന്ന മനുഷ്യർ, കടലിൽ ചേർക്കപ്പെടുന്ന ചോര, രക്തസാക്ഷികളുടെ ചോര, 21 പേരുടെ രക്തസാക്ഷിത്വം നമ്മൾ കണ്ടു. അത് നമ്മുടെ മനസ്സിൽ ആഴമായ ചില മാറ്റങ്ങൾക്ക്, ഒരുപക്ഷെ പരിവർത്തനത്തിന് പോലും വഴിതെളിച്ചു. ഇതുപോലെ എത്രയോ പേര് ഭാരതത്തിൻ്റെ മണ്ണിൽ പോലും നമുക്ക് ധീരമായ നിലപാടുകൾ സ്വീകരിക്കാൻ, സുവിശേഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചു സാഹചര്യങ്ങളിൽ വലിയ വില കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഇല്ലാതിരുന്നിട്ട് പോലും നമുക്ക് പലപ്പോഴും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാപ്പ് ചോദിക്കാൻ ഇന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനോടൊപ്പം നടക്കാൻ, മാറി നടക്കാതെ അടുത്തു നടക്കാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. നമ്മുടെ ചിന്തയുടെ വഴികളിൽ കർത്താവിന് ഇടപെടട്ടെ. നമ്മുടെ ആലോചനയുടെ മേഖലകളിൽ അവിടെ നിന്ന് ഇടപെടട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ സഞ്ചാര വഴികളിൽ, കുടുംബത്തിലും സമൂഹത്തിലും സന്യാസ ജീവിതത്തിലുമൊക്കെ കർത്താവ് ഇടപെട്ടുകൊണ്ട് ഒരു നവീകരണത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് നവീകരണ പ്രസ്ഥാനം. നവീകരിക്കപ്പെടുവാൻ അദ്ദേഹം ഇടയായത് തൻ്റെ ജീവിതത്തിലൂടെയാണ്. തൻ്റെ ജീവിതത്തെ ആദ്യം നവീകരിച്ചുകൊണ്ടാണ് നവീകരണത്തിന് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നത്. ഒരു സമൂഹത്തെ, ഒരു സന്യാസ സമൂഹത്തെ, കർമ്മലീത്ത സന്യാസ സമൂഹത്തെ നവീകരിച്ച് നിഷ്പാദുക കർമ്മലീത്ത സമൂഹമായി ഉയർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിലെ ത്യാഗപൂർണമായ സമർപ്പണത്തിൻ്റെ നവീകരണ വഴികളിലൂടെ നടന്നാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നവീകരിക്കാൻ പ്രവാചകന്മാരായി മാറാറുണ്ട്. മറ്റുള്ളവരുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മൾ തെറ്റാണെന്ന് വിളിച്ചു പറയാറുണ്ട്. അതൊക്കെ നിലപാടുകളായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുകയും ചെയ്യും. പക്ഷേ ആദ്യ ഭാഗം വിട്ടുകഴിഞ്ഞാൽ പിന്നെ രണ്ടാം ഭാഗത്തിന് യാതൊരു യോഗ്യതയും ഇല്ലാതായി മാറുന്നു. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ എന്ത് നിലപാടുകൾ സ്വീകരിക്കുന്നു? എൻ്റെ ജീവിതത്തിൽ ത്യാഗപൂർവ്വം ഞാൻ ജീവിക്കുന്നുണ്ടോ, സമർപ്പിക്കുന്നുണ്ടോ, എന്നെ തന്നെ നവീകരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ കുറവുകൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ അവകാശമുള്ളൂ. നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ പാടില്ലല്ലോ എന്ന് ഈശോ തന്നെ നമുക്ക് പ്രബോധനം നൽകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കണ്ണിലെ തടിക്കഷണം കാണാതെയാണ് നമ്മൾ മറ്റുള്ളവരെ നല്ല വഴിയിലേക്ക് നയിക്കാനെന്ന വിധം പലതിനും തിടുക്കം കൂട്ടുന്നതും ഇറങ്ങിത്തിരിക്കുന്നതും. അതുകൊണ്ട് ഒരു ആത്മനവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് ആദ്യം നമ്മൾ കടന്നു വരണം. നമ്മുടെ കുറവുകൾ, ബലഹീനതകൾ, പോരായ്മകൾ തിരുത്തിക്കൊണ്ട് പൂർണ്ണമായ ഒരു സമർപ്പണത്തോടു കൂടി ത്യാഗനിർഭരമായിട്ട് സ്വയം വിട്ടുകൊടുക്കുമ്പോൾ, ലളിതമായിട്ട് ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ സുവിശേഷ മൂല്യങ്ങളിൽ ഉറപ്പിച്ച് നിർത്തുമ്പോൾ നമുക്ക് പ്രകാശമുണ്ടാകും. മറ്റുള്ളവരെ നയിക്കാനുള്ള വെളിച്ചം നമുക്ക് കിട്ടും. കാഴ്ചകളുടെ തിമിരം നമുക്ക് ഇല്ലെന്നാകും. ആ ഒരു അവസ്ഥയിലേക്ക് വളരാൻ നമുക്ക് സാധിക്കണം. കുടുംബങ്ങളിൽ തന്നെ നമുക്ക് ആരംഭിക്കാം നവീകരണം. വ്യക്തിജീവിതം, പിന്നെ കുടുംബം, പിന്നെ സമൂഹം. അങ്ങനെയാണത് വളരേണ്ടത്. പലപ്പോഴും വ്യക്തിയും കുടുംബവും മറന്നിട്ട് സമൂഹത്തിലേക്ക് കടക്കുമ്പോഴാണ് അപകടങ്ങൾ അല്ലെങ്കിൽ അർത്ഥശൂന്യമായ നവീകരണങ്ങളൊക്കെ സംഭവിക്കുന്നത്. വ്യക്തിജീവിതത്തിലേക്ക് ആദ്യം തിരിഞ്ഞു നോക്കിയിട്ട് ആത്മനവീകരണത്തിൻ്റെ വഴികളിലൂടെ ആത്മാർത്ഥമായി നമുക്ക് നടക്കാം. നമ്മുടെ കൊച്ചു കുടുംബത്തിൽ സ്നേഹം നിറയ്ക്കാം, ആത്മാർത്ഥമായി പങ്കുവെക്കാം, അവരെന്നെ വേണ്ടി ത്യാഗം സഹിക്കാം, അവൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവനെ പരിഗണിക്കാം. അങ്ങനെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോൾ അതിൻ്റെ പ്രകാശം ചുറ്റുവട്ടങ്ങളിലേക്ക് സാവധാനം വ്യാപിക്കും. ആ പ്രകാശത്തിൽ നമ്മൾ നന്മയിലേക്ക് തിരിഞ്ഞപ്പോഴുണ്ടായ പ്രകാശത്തിൽ കുടുംബം നന്മയിലേക്ക് വളർന്നെങ്കിൽ, കുടുംബം നന്മയിലേക്ക് വളർന്ന പ്രകാശത്തിൽ നമ്മുടെ പരിസരവും നന്മയിലേക്ക് വളരുന്നു. ആ പ്രകാശത്തിൽ ധാരാളം പേര് ആകൃഷ്ടരാകുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യം അതായിരുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തെ കണ്ടിട്ട് അന്നുണ്ടായിരുന്ന മനുഷ്യർ പറഞ്ഞു, ഇവരുടെ സ്നേഹം കണ്ടിട്ട് ഇവരെ പോലെയാകാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നുവെന്ന്. ഈ സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ സൗന്ദര്യത്തിലും ശോഭയിലും
നമുക്ക് നമ്മുടെ ജീവിതത്തെ സുവിശേഷാധിഷ്ഠിതമാക്കാം, മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതാക്കാം. സാക്ഷ്യപ്പെടുത്തലാണ് യഥാർത്ഥ പ്രഘോഷണം. ജീവിതത്തിൻ്റെ സാക്ഷ്യമായി നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്നേഹം കൊണ്ട് നിറച്ച് മറ്റുള്ളവർക്ക് സുവിശേഷമായി സമർപ്പിക്കാൻ കഴിയട്ടെ. വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസ്, ഈ വലിയ പുണ്യവാൻ, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ നമുക്ക് നൽകുന്ന പ്രചോദനവും ശക്തിയും സ്വീകരിച്ചുകൊണ്ട് മിശിഹായുടെ കുരിശിനെ ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കാൻ, കുരിശിൻ്റെ നിഴലിലും കുരിശിൻ്റെ ചാരത്തും ചേർന്നുകൊണ്ട് നടക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രതിജ്ഞ എടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. മിഴിപൂട്ടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് തിരിയാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നല്ല ദൈവമേ, അവിടുന്ന് വിശുദ്ധരിലൂടെ ഞങ്ങളെ മേൽ വർഷിക്കുന്ന വലിയ കൃപകളോർത്ത് നന്ദി പറയുന്നു. വിശുദ്ധരുടെ ജീവിതത്തെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥരുമായിട്ട് നൽകുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ജീവിതം വലിയ തീക്ഷ്ണമായ സമർപ്പണത്തിൻ്റെ അർത്ഥതലങ്ങൾ, സഹനത്തിൻ്റെ സങ്കീർണതകളിലൂടെ കുരിശിൻ്റെ വഴിയിൽ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ജീവിതം ഞങ്ങൾക്ക് വലിയ പ്രചോദനമായി നീ തന്നല്ലോ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലും സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ധീരമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ, കുരിശിൻ്റെ അർത്ഥം ജീവിതത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ, പടിചാരാതെയും പരിഭവിക്കാതെയും അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ജീവിത സമർപ്പണം നടത്താൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതാന്തസ്സിൽ അതിൻ്റെ പൂർണ്ണതയോടും വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ ത്യാഗപൂർവ്വം സമർപ്പിച്ച് അർത്ഥം കണ്ടെത്തി ജീവിതത്തെ അതിന് ശരിയായ വിധം അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും, യഥാർത്ഥ ആത്മീയ ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കാനും ആന്തരിക വിശുദ്ധിയിൽ അണുവിട വ്യതിചലിക്കാതെ ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളൊക്കെ അങ്ങയോട് ചേർന്നുകൊണ്ട് അങ്ങയുടെ ഹിതം അറിഞ്ഞുകൊണ്ട് തീഷ്ണതയോടെ പതറാത്ത മനസ്സോടെ വേണ്ട വിധം നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകിയാലും, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വലിയ പുണ്യവാനായ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.